ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട സ്നേഹിതരെ, ലോകമെങ്ങുമുള്ള ജനത ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ നാടുകളിൽ ഡിസംബർ മാസം 1-ാം തീയതി മുതൽ എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്മസുമായി ബന്ധപ്പെട്ട ധാരാളം ഒരുക്കങ്ങളും, പുറമേ കാണുന്ന ഒരുക്കങ്ങളും അകമേയുള്ള ഒരുക്കങ്ങളും ഒക്കെ വളരെ ശക്തമായി കാണാം. നമ്മുടെ വീടുകളിലെല്ലാം ക്രിസ്മസിന് സ്റ്റാർ തൂക്കുന്നു. വീടുകളിൽ സ്റ്റാറുകൾ തൂക്കുന്നതിനേക്കാൾ മുമ്പ് മദ്യശാലകളിൽ ആദ്യം സ്റ്റാർ തൂക്കുന്നു. കാരണം അവിടേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ആളുകളാണല്ലോ മിക്കവാറും അവിടുത്തെ പ്രധാന കസ്റ്റമേഴ്സ്. ക്രിസ്മസിൻ്റെ സന്തോഷം മിക്കവാറും കാണുന്നതെല്ലാം മദ്യം കുടിച്ചാണല്ലോ. ഓരോ വർഷവും ക്രിസ്മസ് കഴിയുമ്പോൾ സർക്കാർ തന്നെ കേൾപ്പിക്കാറുണ്ടല്ലോ ഈ വർഷത്തെ ക്രിസ്മസിൽ വിറ്റഴിച്ച മദ്യത്തിൻ്റെ കണക്ക്. ക്രിസ്മസ് സർവ്വജാതിക്കുമുള്ള മഹാസന്തോഷമാണെങ്കിലും ക്രൈസ്തവ ലോകം സന്തോഷം കണ്ടെത്തുന്നത് എവിടെയൊക്കെയാണെന്ന് ഒരു തിരിച്ചറിവിലേക്ക് പോകേണ്ടതാണ്. ക്രിസ്മസിൻ്റെ സന്തോഷം അതല്ല എന്ന സത്യം തിരിച്ചറിയണം. പ്രിയപ്പെട്ട സ്നേഹിതരെ, ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ധാരാളം സന്ദേശങ്ങൾ നമ്മൾ ഈ നാളുകളിൽ കേൾക്കാറുണ്ട്. ചെറുതും വലുതുമായ സന്ദേശങ്ങൾ, ചെറുതും വലുതുമായ പ്രഭാഷണങ്ങൾ ദേവാലയത്തിലും ദേവാലയത്തിന് പുറത്തും പൊതുസമൂഹത്തിലും എല്ലാം ക്രിസ്മസിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ധാരാളം വേദവചനങ്ങൾ ധ്യാനിക്കാറുണ്ട്. ക്രിസ്മസിൽ കാണപ്പെടുന്ന ഓരോ സംഗതിയെക്കുറിച്ചുമുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്. ക്രിസ്മസ് ആഘോഷിച്ച ധാരാളം ആളുകളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്. ക്രിസ്മസിന് നാളുകളിലൂടെ കടന്നുപോയ വിവിധങ്ങളായ ഗ്രൂപ്പുകാരെക്കുറിച്ച് കേൾക്കാറുണ്ട്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് കരോൾ സിംഗിങ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ബഹളം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വൈൻ ഉണ്ടാക്കുന്നതിൻ്റെ ബഹളം ശ്രദ്ധിക്കാറുണ്ട്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഭക്ഷണങ്ങളുടെ വിവിധങ്ങളായ തരത്തിലുള്ള ഭക്ഷണങ്ങളുടെ ക്രമീകരണങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ ക്രിസ്മസ് സന്ദേശമായി ഓർപ്പിക്കാൻ തിരുവചനത്തിലെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ ഒരിക്കലൂടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. നമുക്ക് പരിചിതമായ വേദഭാഗമാണെങ്കിലും ക്രിസ്മസുമായി ബന്ധപ്പെട്ട പല വേദഭാഗങ്ങളും നാം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇന്ന് ഈ വേദഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില വാക്കുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഹെരോദേവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ് രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമൊക്കെയും ഭ്രമിച്ച് ജനത്തിന് മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദയ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയിപ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു.
ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഈ വായിച്ച വേദഭാഗം ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വേദഭാഗമാണ്. വേറെ ധാരാളം ഭാഗങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണിത്. ഇവിടെ പ്രതിപാദിക്കുന്നത് വിദ്വാൻമാരുടെ യാത്രയാണ്. ഇവിടെ ഒരു നക്ഷത്രം കണ്ടപ്പോൾ അവർ സന്തോഷമായിട്ടു ഹെരോദേ രാജാവിൻ്റെ കാലത്ത് യേശു ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. വിദ്വാൻമാർ എന്നും ജ്ഞാനികളെന്നും വൈസ്മെൻ എന്നും വിളിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ, അതാരാണെന്നോ എത്ര പേരെന്നോ ഒന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. എന്തായാലും ജ്ഞാനികൾ എന്ന വാക്കിൽ നമുക്ക് ഒതുക്കാം. വൈസ്മെൻ. ആരാണ് ജ്ഞാനികൾ? ഇന്നെല്ലാവരും ജ്ഞാനികളാണ്. ജ്ഞാനികളുടെ ലക്ഷണം എന്താണ്? ക്രിസ്മസിൽ ഓർക്കേണ്ടത് നമ്മളൊക്കെ ജ്ഞാനികളാണ്, അല്ലെങ്കിൽ ജ്ഞാനികളാകേണ്ടവരാണ്. ജ്ഞാനികളുടെ ലക്ഷണം എന്താണ്? ഒന്ന്, അവർ ചെന്ന് രാജാവിനോട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? സാധാരണ രാജാക്കന്മാർ ജനിക്കുന്നത് രാജകൊട്ടാരത്തിലാണ്. അതുകൊണ്ടാണ് അവർ നോർമലായി രാജകൊട്ടാരത്തിൽ ചെന്ന് അന്വേഷിച്ചത്. ജ്ഞാനികളുടെ പ്രധാനപ്പെട്ട ലക്ഷണം ഒന്ന്, ജ്ഞാനികളുടെ ഈ ചോദ്യമാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ജ്ഞാനികൾ ദൈവാന്വേഷികളാണ്. അവർ ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഈ ക്രിസ്മസിൻ്റെ നാളിൽ ക്രിസ്മസ് അനുഗ്രഹപ്രദമാകണമെങ്കിൽ ഒരു ദൈവാന്വേഷണം നമുക്ക് ആവശ്യമുണ്ട്. നല്ല മദ്യം കിട്ടുന്ന സ്ഥലം എവിടെ എന്നല്ല ക്രിസ്മസിൽ അന്വേഷിക്കേണ്ടത്. നല്ല മാംസം കിട്ടുന്ന സ്ഥലം എവിടെ എന്നുള്ളൊരു അന്വേഷണം മാത്രം പോരാ. അതൊക്കെ അന്വേഷിച്ചോ, പക്ഷേ പ്രശ്നം യഥാർത്ഥ ജ്ഞാനികളുടെ അന്വേഷണം ഇതൊന്നുമല്ല. യഥാർത്ഥ ജ്ഞാനികളുടെ അന്വേഷണം ദൈവാന്വേഷണമാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അതുകൊണ്ടാണ് 14-ാം സങ്കീർത്തനം 1-ാം വാക്യവും 2-ാം വാക്യവും വായിച്ചാൽ അവിടെ പറയുന്നത്, 2-ാം വാക്യം ഇങ്ങനെയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യന്മാരെ നോക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ, അവനാണ് ജ്ഞാനി. നമ്മൾ വേറെ എന്തൊക്കെ ഉണ്ടാക്കിയാലും, നീ PhD കാരനായാലും, നീ ഡോക്ടറായാലും, നീ IAS കാരനായാലും, നീ ഏത് പഠിത്തമുള്ളവനായാലും ദൈവാന്വേഷി അല്ലെങ്കിൽ നീ ജ്ഞാനിയല്ല എന്നാണ് തിരുവചനം പറയുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ. അതുകൊണ്ടാണ് സ്കൂളിൽ പഠിച്ചിട്ടില്ലെങ്കിലും, അക്ഷരാഭ്യാസമില്ലെങ്കിലും, എഴുത്തും വായനയില്ലെങ്കിലും നമ്മുടെ സാധാരണപ്പെട്ട പാവപ്പെട്ട മാതാപിതാക്കൾ ജ്ഞാനികളാണ് നമ്മളെക്കാൾ. പഠിത്തമുള്ള മകനേക്കാൾ പഠിത്തം കുറഞ്ഞ പാവപ്പെട്ട അമ്മമാർ ജ്ഞാനികളാണ്. ഇവിടെയാണ് കർത്താവിൻ്റെ അപ്പോസ്തലന്മാരൊക്കെ ജ്ഞാനികളായതെങ്ങനെയാണ്? അവർക്ക് കിട്ടിയ ജ്ഞാനം ഇവിടെ നിന്നാണ്, ദൈവാന്വേഷണത്തിൽ നിന്ന് കിട്ടിയതാണ്. അവർ പറഞ്ഞ മീൻപിടുത്തക്കാരും സാധാരണക്കാരനും പഠിത്തമില്ലാത്തവരുമായ അവർ പറഞ്ഞ വാക്യങ്ങളുടെ അർത്ഥം പഠിക്കാനാണ് ഇന്ന് ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുക്കുകയും കൂടുതലായി ജ്ഞാനികളാകാൻ ശ്രമിക്കുന്നത്. അത് പഠിത്തമില്ലാത്ത അവർ പറഞ്ഞ കാര്യത്തിൻ്റെ അർത്ഥമറിയാനാണ് ഇന്ന് ഇത്രയും വലിയ ജ്ഞാനികളുടെ ഒരു പടിനിര കാണുന്നത്. അതുകൊണ്ട് സ്നേഹിതരെ, ക്രിസ്മസിൻ്റെ 1-ാം സന്ദേശം ഇതാണ്. അന്നത്തെ ജ്ഞാനികളുടെ 1-ാം ലക്ഷണം അവർ ദൈവാന്വേഷികളായിരുന്നു. നമുക്ക് ഈ ക്രിസ്മസിൻ്റെ നാളിൽ ദൈവാന്വേഷികളായി തീരാം. അങ്ങനെയാണ് ക്രിസ്മസിൻ്റെ അർത്ഥം. 2, അവർ നേരെ അന്വേഷിച്ച് ചെന്നത് രാജകൊട്ടാരത്തിലാണ്. സാധാരണഗതിയിലുള്ള അന്വേഷണം അവിടെയാണ് ചെന്നെത്തേണ്ടത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഇവിടെ അല്ല. അവരുടെ വഴി തെറ്റാണെന്ന് കണ്ടപ്പോൾ അവർ ശരിയായ വഴിയിലേക്ക് തിരിച്ചുപോയി. ആരാണ് ജ്ഞാനികൾ? നമ്മുടെ അന്വേഷണം തെറ്റാണ് എന്ന് കണ്ടാൽ, നമ്മുടെ വഴികൾ തെറ്റാണെന്ന് കണ്ടാൽ
അവിടെ നിന്ന് കറങ്ങാതെ, നമ്മുടെ അന്വേഷണം ശരിയല്ലെന്ന് കണ്ടാൽ അവിടെ നിന്ന് കറങ്ങാതെ, നമ്മൾ സാധാരണ എൻ്റെ പോക്ക് ശരിയല്ലെന്നറിഞ്ഞാലും എൻ്റെ അന്വേഷണം തെറ്റാണെന്നറിഞ്ഞാലും ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നറിഞ്ഞാലും നമ്മൾ അവിടെ നിന്ന് അതിനെ ന്യായീകരിക്കാനും അവിടെ നിന്ന് കറങ്ങാനും ശ്രമിക്കും. അതുകൊണ്ട് ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്തില്ല. ജ്ഞാനികൾ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ വഴികൾ തെറ്റാണെന്ന് കണ്ടാൽ ശരിയായ വഴിയിലേക്ക് പോകാൻ ഈഗോ ഇല്ലാത്തവരാണ്. ഞാനിനി തിരിച്ചു പോയാൽ നാണക്കേടായിരിക്കും, ഞാനിനി മടങ്ങിപ്പോയാൽ മോശമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ അന്വേഷണം തെറ്റായിപ്പോയെന്ന് പറഞ്ഞാൽ എനിക്ക് കുറവായിരിക്കും. എന്നാൽ ജ്ഞാനികളുടെ ലക്ഷണം അതല്ല. ജ്ഞാനികൾ തങ്ങളുടെ വഴികൾ തെറ്റാണെന്ന് കണ്ടാൽ, വഴി ശരിയായില്ലെന്ന് കണ്ടാൽ ശരിയായ വഴിയിലേക്ക് പോകാൻ സന്മനസ്സുള്ളവരാണ്, അതിന് തയ്യാറുള്ളവരാണ് ജ്ഞാനികൾ. ഈ ക്രിസ്മസിൻ്റെ നാളിൽ അതാകട്ടെ, നമ്മുടെ കഴിഞ്ഞ കാലത്തെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വഴികൾ ശരിയല്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിൻ്റെ വഴികൾ ശരിയല്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ പോക്ക് ശരിയല്ലായിരുന്നു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, അതിനെ ശരിയായ വഴിയിലേക്ക് പോകാനുള്ള ഒരു മനസ്സുണ്ടാകട്ടെ. അവിടെയാണ് ജ്ഞാനികളുടെ ലക്ഷണം. ക്രിസ്മസിൽ സംഭവിക്കേണ്ട രണ്ടാം കാര്യം അതാണ്. മൂന്നാമത് ജ്ഞാനികളെക്കുറിച്ച് കാണുന്നത്, അവർ അങ്ങനെ പോവുകയാണ്, മുകളിലൂടെയാണ് നക്ഷത്രം പോകുന്നത്, പക്ഷെ അവരുടെ യാത്ര താഴെക്കൂടാണ്. ഈ യാത്ര അല്പം പ്രയാസമുള്ള യാത്രയാണ്. നക്ഷത്രം മുകളിൽ കൂടെ പോകും, പക്ഷേ അതിൻ്റെ താഴെക്കൂടാണ് യാത്ര. പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്തുള്ള യാത്രയാണ് മശിഹായെ കാണാനുള്ള തീർത്ഥയാത്ര. ആ യാത്രയിൽ കല്ലുകളും മുള്ളുകളും ഉണ്ടാവാം, ആ യാത്രയിൽ പ്രതിസന്ധികളുണ്ടാവാം, ആ യാത്രയിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായ പ്രശ്നങ്ങളുണ്ടാവാം. ജ്ഞാനികളുടെ മൂന്നാമത്തെ ലക്ഷണം അതാണ്. പ്രതിസന്ധികൾ തരണം ചെയ്ത് യാത്ര ഇടയ്ക്കും മതിയാക്കാതെ ലക്ഷ്യപ്രാപ്തി വരെ ലക്ഷ്യബോധത്തോടെ യാത്ര ചെയ്യുന്നതാണ് ജ്ഞാനികളുടെ മൂന്നാം ലക്ഷണം. ഞാനും നിങ്ങളും വഴിക്ക് വെച്ച് യാത്ര പൂർത്തിയാക്കാതെ, വഴിക്ക് വെച്ച് യാത്ര ഇല്ലാതാക്കാതെ, ഈ യാത്ര കഠിനമാണെന്ന് പറഞ്ഞ് യാത്ര വഴിയിൽ കളയാതെ, ഈ കുടുംബജീവിതം പ്രയാസമാണെന്ന് പറഞ്ഞ് കളയാതെ, ഈ വ്യക്തിജീവിതം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാതെ, ഈ ജീവിതം പ്രയാസമാണെന്ന് പറഞ്ഞ് ജീവിതം കളയാനിടയാക്കാതെ പ്രതിസന്ധികളെ തരണം ചെയ്ത് യാത്ര ചെയ്യുമ്പോഴാണ് നീ ബേത്ലഹേമിൽ എത്തുകയുള്ളൂ. ഇവിടെ ഒരു ചോദ്യം കൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ, നക്ഷത്രമാണ് മോളിക്കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ നക്ഷത്രം മുമ്പ് മോളിക്കൂടെ പോയി, അവരതിൻ്റെ താഴെക്കൂടെ യാത്ര ചെയ്തു. ചില സ്നേഹിതരെങ്കിലും ചോദിക്കാറുണ്ട്, അവരെ വഴി കാണിച്ചത് നക്ഷത്രമാണല്ലോ, അപ്പോൾ ക്രൈസ്തവ വിശ്വാസികൾ നക്ഷത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നക്ഷത്രമാണല്ലോ അവരെ ബേത്ലഹേമിലേക്ക് നയിച്ചത്. അപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്ന നക്ഷത്രമല്ലേ? അപ്പോൾ യാത്രയിൽ ഈ നക്ഷത്രം നോക്കേണ്ടേ? നക്ഷത്രത്തിൻ്റെ അർത്ഥം വലുതല്ലേ എന്ന് ചോദിക്കുന്നവർ ഉണ്ടായേക്കാം. ഞാനതിൻ്റെ ഒറ്റ വശം മാത്രം ഓർപ്പിക്കട്ടെ. ഇവരുടെ യാത്ര ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അവർ നക്ഷത്രം കണ്ടിട്ട്, നക്ഷത്രമാണ് അവരെ അങ്ങോട്ട് നയിച്ചത്. അവിടെ ചെന്ന് യേശുവിനെ കണ്ടു. താഴേക്ക് പറയുന്ന വാക്യങ്ങളാണിത്. യേശുവിനെ കണ്ടതിന് ശേഷം അവരെ നയിച്ചത് നക്ഷത്രമല്ല. കണ്ടതിന് ശേഷം അവരെ നയിച്ചത് നക്ഷത്രമല്ല, പിന്നെ അവരെ നയിച്ചത് നീതിസൂര്യനായ ദൈവമാണ് അവരെ വഴി നടത്തിയത്. അപ്പോൾ നീതിസൂര്യനായ ദൈവത്തെ കാണുന്നത് വരെ ഉള്ളൂ ഈ നക്ഷത്രത്തിൻ്റെ പ്രസക്തി. കാരണം നക്ഷത്രത്തെക്കാൾ വലിയവനാണ് ആകാശവും ഭൂമിയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയ സൃഷ്ടാവ്. നക്ഷത്രം അവൻ്റെ സൃഷ്ടികളിലൊന്നാണ്. സൃഷ്ടാവിനെ കണ്ടു കഴിയുമ്പോൾ പിന്നെ സൃഷ്ടിക്ക് വലിയ പ്രാധാന്യമില്ല.
അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നിൻ്റെ നക്ഷത്രപ്രകാരം നിനക്കിപ്പോൾ ദോഷസമയമാണ്, ശരിയല്ല എന്ന് പറഞ്ഞേക്കാം. പക്ഷേ നിൻ്റെ ദോഷസമയത്തെ ശരിയാക്കാൻ കഴിവുള്ള ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവസന്നിധിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവനാണ് ഇവർ തിരികെ പോകുമ്പോൾ ക്രിസ്തുവിനെ കണ്ടതിന് ശേഷം അവരെ നയിച്ചത് നക്ഷത്രമല്ല, കർത്താവാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവട്ടെ. വീണ്ടും ജ്ഞാനികളുടെ ലക്ഷണം. അവരവിടേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ പറയുകയാണ്, അവർ സൂക്ഷ്മമായി അന്വേഷിച്ചു. രാജാവ് പറഞ്ഞു കേട്ടിട്ട് അവർ ചെന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു. ജ്ഞാനികളുടെ അടുത്ത ലക്ഷണം അവിടെ യേശുവിനെ കണ്ടു എന്ന് പറയല്ല, ശിശുവിനെ അമ്മയായ മറിയോടുകൂടി കണ്ടു. അതാണ് ജ്ഞാനികളുടെ ലക്ഷണം. യേശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുന്നതാണ് ജ്ഞാനികളുടെ ലക്ഷണം. ചില സമൂഹങ്ങളിൽ യേശുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, യേശുവിനെ അറിയണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ അമ്മയെ കൂടെ കാണാൻ താല്പര്യമില്ലാത്തവരുണ്ട്. എന്നാൽ ഇവിടുത്തെ ജ്ഞാനികളുടെ ലക്ഷണം യേശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കണ്ടു എന്നാണ്. അമ്മയില്ലാതെ യേശു പറഞ്ഞില്ല എന്ന സത്യം തിരിച്ചറിയണം. ദൈവപുത്രനായ കർത്താവ് ഈ ലോകത്തിലേക്ക് ജനിച്ചപ്പോൾ അവന് ശാരീരികമായൊരു പിതാവില്ല, പക്ഷെ അവന് ശരീരം ധരിക്കാൻ ഒരമ്മ ആവശ്യമുണ്ടായിരുന്നു. അവന് മർത്യശരീരം എടുത്തത് മറിയത്തിൽ നിന്ന് മാത്രമാണ്. പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായി മനുഷ്യ ശരീരം എടുത്തത് മറിയത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് മറിയത്തിന് പ്രാധാന്യം. അതുകൊണ്ട് ശ്രദ്ധിക്കാനുള്ളത് ജ്ഞാനികളുടെ ലക്ഷണം യേശുവിനെ അമ്മയായ മറിയത്തോടു കൂടെ കാണുന്നതാണ്. ചിലർക്ക് മറിയത്തെ വേണ്ട, ചിലർക്ക് യേശുവിനെ വേണ്ട, മറിയത്തെ മാത്രം മതി. അതും തെറ്റാണ്. അതുകൊണ്ട് ജ്ഞാനികളുടെ ലക്ഷണം യേശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കണ്ടതാണ് ജ്ഞാനികളുടെ ലക്ഷണം. ജ്ഞാനികളുടെ അടുത്ത ലക്ഷണം അവർ എന്ത് ചെയ്തു എന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അവർ ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. ജ്ഞാനികളുടെ അടുത്ത ലക്ഷണം വീണ് അവനെ നമസ്കരിക്കുന്നതാണ് ജ്ഞാനികളുടെ അടുത്ത ലക്ഷണം. നമ്മളിവിടെ ശ്രദ്ധേയമായ വിഷയം വീണ് അവരെ നമസ്കരിച്ചു എന്നല്ല, വീണ് അവനെ നമസ്കരിച്ചു. അപ്പം നമസ്കാരമെല്ലാം കർത്താവിനുള്ളതാണ്. നമസ്കാരം കർത്താവിനുള്ളതാണ്, മാതാവിനുള്ളതല്ല. കർത്താവിൻ്റെ സ്ഥാനത്തല്ല മാതാവ്, പക്ഷേ മാതാവിന് ബഹുമാനമാണ്. മാതാവിനെ കർത്താവിനോടുകൂടെ കാണുന്നതാണ്, കർത്താവില്ലാതെ കാണുന്നതല്ല. പക്ഷെ നമസ്കാരം അവനുള്ളതാണ്, ദൈവത്തിനുള്ളതാണ് നമസ്കാരം. സ്തുതിയും സ്തോത്രവും അവനുള്ളതാണ്. ജ്ഞാനികളുടെ അടുത്ത ലക്ഷണം ഈ വേദഭാഗത്ത് പറയുന്ന അടുത്ത വാക്ക് ശ്രദ്ധിച്ചാലറിയാം. വീണ് അവനെ നമസ്കരിച്ചു. വീണ് നമസ്കരിക്കുന്നതാണ് ജ്ഞാനികളുടെ ലക്ഷണം. വീണ് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നത് മാത്രമല്ല. നമ്മളൊക്കെ കർത്താവേ ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നമസ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും വീഴാൻ നമ്മൾ തയ്യാറല്ല. വീഴുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കവിണ്ണ് വീഴുക എന്ന് മാത്രമല്ല, ഒന്ന് താണിരിക്കാൻ, എൻ്റെ അഹങ്കാരത്തിൽ നിന്ന് വീഴാൻ, കർത്തൃ സന്നിധിയിൽ താഴ്ചയോടിരിപ്പാൻ ഈ ക്രിസ്മസിൽ സാധിക്കട്ടെ. ഉയരത്തിലെ മഹത്വം മുറുകെ പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കാമായിരുന്നവൻ അത് കളഞ്ഞ് താണിറങ്ങി വന്നതുകൊണ്ടാണ് താഴെ കിടന്ന് നമ്മെ ഉയർത്തിയത്. അതുകൊണ്ട് വീഴാൻ
ഉള്ളൊരു മനസ്സ്, താഴാനുള്ളൊരു മനസ്സ് ഇല്ലെങ്കിൽ നമുക്ക് ബേത്ലഹേമിലെ യാത്ര ശുഭകരമാവില്ല. അവനെ കൃത്യമായി കാണാനാവില്ല. ക്രിസ്മസിൻ്റെ നാളിൽ നമ്മുടെ അഹങ്കാരം വെടിഞ്ഞ്, അഹംഭാവം വെടിഞ്ഞ്, താനെന്ന ഭാവം വെടിഞ്ഞ് വീണ് അവനെ സാഷ്ടാംഗം നമസ്കരിക്കാൻ പറ്റട്ടെ. അതാണ് ക്രിസ്മസ് ഓർപ്പിക്കുന്ന സന്ദേശം. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ മാത്രം ആസ്പദമാക്കിയാണ് ഇന്നത്തെ ഈ ധ്യാനചിന്ത. വീണ്ടും അടുത്ത വാക്യം പറയുകയാണ്, വീണ് അവനെ നമസ്കരിച്ചു, നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മോരും കാഴ്ചവെച്ചു. ജ്ഞാനികളുടെ അടുത്ത ലക്ഷണം നിക്ഷേപപാത്രങ്ങളെ തുറക്കുന്നതാണ്. നമുക്ക് പലപ്പോഴും വെറുതെ വർത്താനം പറഞ്ഞ് കർത്താവെ മഹത്വം എന്ന് പറയാം. എന്നാൽ നിക്ഷേപപാത്രങ്ങളെ തൊടാൻ നമ്മൾ തയ്യാറല്ല. നിൻ്റെ നിക്ഷേപപാത്രങ്ങൾ 3 സാധനങ്ങൾ അവിടെ കാഴ്ചവെച്ചെന്നാണ്. പൊന്ന് രാജാക്കന്മാർക്ക് കാഴ്ചവെക്കുന്നതാണ് പൊന്ന്. മീറ അല്ലെങ്കിൽ മൂര് പ്രവാചകന്മാർക്ക് കാഴ്ചവെക്കുന്നതാണ്. കുന്തിരുഖം പുരോഹിതന്മാർക്ക് കാഴ്ചവെക്കുന്നതാണ്. ഈ 3 സാധനങ്ങളാണ് കാഴ്ചവെച്ചത്. അവൻ സാക്ഷാൽ പ്രവാചകനാണ്, അവൻ സാക്ഷാൽ പുരോഹിതനാണ്, അവൻ സാക്ഷാൽ രാജാധിരാജാവാണ്. അതുകൊണ്ട് നിൻ്റെ നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അർപ്പണം ചെയ്യണം. എന്തിനാണ്? നമ്മുടെ മനസ്സിൽ ദൈവം ഒരു നിക്ഷേപം വെച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ. ഈ മൺപാത്രങ്ങളിലാണ് അവൻ്റെ ആത്മാവെന്ന നിക്ഷേപം വെച്ചിട്ടുള്ളത്. ആ നിക്ഷേപപാത്രത്തെ തുറന്ന് വേണം അർപ്പണം ചെയ്യാൻ. അല്ലാതെ വെറും വായ് കൊണ്ടുള്ള അർപ്പണമല്ല, നാക്കുകൊണ്ടുള്ള അർപ്പണമല്ല, നിൻ്റെ ഉള്ളു തുറന്നുള്ള സമർപ്പണമാണ്. നിക്ഷേപപാത്രങ്ങളെ തുറക്കണം. സ്വാഭാവികമായി സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മൾ കാഴ്ചയർപ്പിക്കാൻ കടപ്പെട്ടവരാണ്. എന്തിനാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് നിൻ്റെ ഒരു ചെറിയ ഒരു പണവട സ്വർണം എന്തിനാണ്? അത് അർപ്പണമാണ്, കാഴ്ചയാണ്. ചിലപ്പോൾ ചോദിച്ചേക്കാം, എന്തിനാണ് ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ച ദൈവത്തിന് എന്തിനാണ് ഒരു കുപ്പി വെളിച്ചെണ്ണ? സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ച ദൈവത്തിന് എന്തിനാണ് 50 പൈസയുടെ മെഴുകുതിരി? ഇതെല്ലാം കാഴ്ചകളാണ്, അർപ്പണങ്ങളാണ്. അർപ്പിക്കുമ്പോഴാണ് അനുഗ്രഹം ലഭിക്കുന്നത്. അത് ക്ഷേത്രങ്ങളിലായാലും പള്ളിയിലായാലും ഒക്കെ ഉള്ള അർപ്പണമാണിത്. സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന സമർപ്പണത്തിൻ്റെ ഭാഗമാണ് ഈ അർപ്പണങ്ങളെല്ലാം. നമ്മൾ ദൈവസന്നിധി നിൽക്കുമ്പോൾ ദൈവം നിനക്ക് ധനം തന്നിട്ടുണ്ട്. നിവൃത്തിയില്ലാത്ത ധാരാളം ആളുകൾ നിൻ്റെ ചുറ്റുപാടുമുണ്ട്. നീ സമൃദ്ധിയായി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവനെ കരുതുന്നില്ലെങ്കിൽ നിൻ്റെ നിക്ഷേപപാത്രം തുറക്കാതെയുള്ള ഈ നിലവിളി എങ്ങും എത്തില്ല. അവർ നിക്ഷേപപാത്രങ്ങളെ തുറന്നാണ് സമർപ്പണം ചെയ്തത്. ഈ ക്രിസ്മസിൻ്റെ നാളിൽ നിൻ്റെ ക്രിസ്മസ് ഇങ്ങനെയൊരു നാളുണ്ടെന്ന് അറിയാൻ വയ്യാത്ത ചുറ്റുപാടുമുള്ള ദരിദ്രത്തിൽ കഴിയുന്ന ആളുകളെ കരുതാൻ സാധിക്കട്ടെ. ഒരു വസ്ത്രമില്ലാത്തവനെ കരുതാൻ സാധിക്കട്ടെ. നല്ല ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്തവനെ കരുതാൻ സാധിക്കട്ടെ. ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്തവനെ കരുതാൻ സാധിക്കട്ടെ. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അർപ്പണം ചെയ്യുമ്പോഴാണ് ക്രിസ്മസിൻ്റെ അർത്ഥം. അതാണ് സമ്മാനങ്ങൾ. ക്രിസ്മസിന് സമ്മാനങ്ങൾ കൊടുക്കുന്നതും ക്രിസ്മസ് ഫാദർ പോകുന്നതും ഈ സമ്മാനങ്ങൾ കൊടുക്കുന്നതിൻ്റെ എല്ലാ അർത്ഥം നിക്ഷേപപാത്രത്തെ തുറന്നുള്ള അർപ്പണങ്ങളാണ്. അവിടെ 2 വാക്കുകൾ കൂടെ പറഞ്ഞ് ഭാഗം വിടുകയാണ്. ഹെരോദേവൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത്
എന്ന് സ്വപ്നത്തിൽ അള്ളപ്പാടുണ്ടായിട്ട് വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഹേരോദേവിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലണമെന്നാണ് പറഞ്ഞു വിട്ടത്. പക്ഷേ ദൈവദൂതൻ അറിയിച്ചു പോകരുതെന്ന്. അവർ വേറെ വഴിയായി തിരിച്ചുപോയി. ധാരാളം പ്രഭാഷണങ്ങളിൽ പ്രതിപാദിക്കുന്നതാണ് ഈ വാക്യം. ക്രിസ്മസ് കഴിയുമ്പോൾ ഒരു പുതിയ വഴി, ക്രിസ്മസ് കഴിയുമ്പോൾ ഒരു പുതിയ മാർഗം, ക്രിസ്മസ് കഴിയുമ്പോൾ ഈ വർഷം മാത്രമല്ല എല്ലാ കാലങ്ങളിലും ക്രിസ്മസ് കഴിയുമ്പോഴത്തേക്ക് ഏതാനും ദിവസം കഴിയുമ്പോൾ ന്യൂ ഇയർ തുടങ്ങുകയാണ്, പുതിയ വർഷം. നമുക്ക് അറിയാം, നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് കലണ്ടറുകൾ തൂക്കിയിടുമായിരുന്നു. കലണ്ടറുകളെല്ലാം തൂക്കിയിടും. ഇന്നിപ്പോൾ മൊബൈലും സംവിധാനങ്ങൾ വന്നപ്പോഴൊന്നും കലണ്ടറൊന്നും വീടുകളിലില്ല. തന്നെ ഒരു വീട്ടിലും ആണിയടിക്കാനോ തൂക്കിയിടാനോ പറ്റത്തുമില്ല. എന്നാൽ കലണ്ടറുകൾ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് പുതിയ വർഷം വരുമ്പോൾ പുതിയ കലണ്ടർ തൂക്കും. എങ്ങനെ? പഴയ കലണ്ടറിൻ്റെ പുറത്ത് പുതിയ കലണ്ടർ തൂക്കും. പഴയ കലണ്ടർ അതിൻ്റെ അടിയിൽ കാണും. നമ്മൾ പുതിയ വർഷം വന്നാലും നിൻ്റെ പഴയ കയ്യിലിരിപ്പുകളെല്ലാം അതുപോലെ അവിടെ നിലനിർത്തും. അതിനകത്ത് ഒരു വ്യത്യാസം വന്നിട്ടില്ല. പുതിയൊരു കലണ്ടർ മുമ്പിൽ തൂക്കിയെന്നല്ലാതെ 2024 എന്നൊരു വർഷത്തിലേക്ക് കടന്നെന്നല്ലാതെ 2023 നിൻ്റെ കയ്യിലുണ്ടായിരുന്ന സകല കൊള്ളരുതായ്മകളും അതുപോലെ തന്നെ പലിശ സഹിതം തുടരുകയാണ്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഒരു പുതിയ വഴിയെ പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിലെ പുതിയൊരു അനുഭവത്തിലേക്ക് പോട്ടെ. അപ്പോഴാണ് നിൻ്റെ ബേത്ലഹേം യാത്ര ശുഭകരമാകുന്നത്. അല്ലാത്ത പക്ഷം ഇങ്ങനെ ഓരോ വർഷവും ക്രിസ്മസ് ആഘോഷിക്കും, ഇങ്ങനെ കടന്നു പോകും. എന്നാൽ സ്നേഹിത, 2023 ക്രിസ്മസിൽ ഈ നാൾ ജീവിക്കാൻ ദൈവം അവസരം നൽകി. പുതിയ വർഷം നിൻ്റേതല്ല. ദൈവം അവസരം നൽകുന്നെങ്കിൽ കർത്താവേ, ഞാനൊരു പുതിയ അനുഭവത്തിലേക്ക് കടക്കുവാൻ ഈ ക്രിസ്മസ് സാധിക്കട്ടെ. അങ്ങനെ ഞാൻ ജ്ഞാനിയായി തീരാൻ, നിൻ്റെ പഠിത്തത്തിലുള്ള ജ്ഞാനമല്ല, ദൈവാന്വേഷിയായ ജ്ഞാനിയായ ജീവിതം നയിക്കാനും ഈ ബേത്ലഹേം യാത്ര അനുഗ്രഹപ്രദമായി തീരാനും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ, അനുഗ്രഹം നിറഞ്ഞ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.